നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.എസ്. അച്യുതാനന്ദന്റെ വിയോഗം നമ്മളേവരെയും തളർത്തിയതാണ്. അദ്ദേഹത്തിന്റെ വിയോഗം നമുക്ക് വലിയ തീരാ ദുഃഖമായി മാറിയ സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു വിയോഗ വാർത്ത കൂടി പുറത്തു വരികയാണ്. വി.എസ്. അച്യുതാനന്ദന്റെ ഏക സഹോദരി പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പറവൂർ വെന്തലത്തറ വീട്ടിൽ ആഴിക്കുട്ടി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് മരണം. വി.എസിന്റെ ജന്മ വീട് കൂടിയായ വെന്തലത്തറ വീട്ടിൽ വ്യാഴാഴ്ച പുലർച്ചെ 12:10 അന്ത്യം സംഭവിച്ചത്. ഒരു വർഷത്തിലേറെയായി ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് കിടപ്പിലായിരുന്നു ആഴിക്കുട്ടി. സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും. ഭർത്താവ് പരേതനായ ഭാസ്കരൻ, മക്കൾ തങ്കമണി, പരേതയായ സുശീല, മരുമക്കൾ പരമേശ്വരൻ, വിശ്വംഭരൻ, മറ്റു സഹോദരങ്ങൾ പരേതരായ വി.എസ്. ഗംഗാധരൻ, വി.എസ്. പുരുഷൻ. വി.എസ്. ഉൾപ്പെടെ 3 സഹോദരന്മാർക്ക് ഏക സഹോദരിയായിരുന്നു ആഴിക്കുട്ടി. സഹോദരന്മാരിൽ ഗംഗാധരനും പുരുഷനും നേരത്തെ മരിച്ചു. ഓണം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിൽ വി.എസ്. വെന്തലത്തറയിലെ വീട്ടിലെത്തി ആഴിക്കുട്ടിയെ കാണാതെ മടങ്ങാറില്ലായിരുന്നു. 2019 അവസാനമായി വി.എസ്. ആഴിക്കുട്ടിയെ കാണാനെത്തിയത്. ഓണപ്പുടവയുമായി എത്തി മടങ്ങിയതാണെന്ന്. ആഴിക്കുട്ടിയുടെ വിയോഗത്തോടെ വി.എസിന്റെ കൂടപ്പിറപ്പുകളിൽ അവസാനത്തെ ആളാണ് വിട പറയുന്നത്. എന്തായാലും വി.എസ്. അച്യുതാനന്ദന്റെ സഹോദരി പറവൂർ വെന്തലത്തറ വീട്ടിൽ ആഴിക്കുട്ടിയുടെ അന്ത്യം അത് ഉറ്റവരെയൊക്കെ വളരെയധികം വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഏറെ നാളുകളായി അസുഖബാധിതയായി കിടപ്പിലായിരുന്നു. ചികിത്സയിൽ കിടപ്പിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വി.എസ്. ഉൾപ്പെടെയുള്ള 3 സഹോദരന്മാരുടെ ഏക സഹോദരിയായിരുന്നു ആഴിക്കുട്ടി. വി.എസ്. മരിച്ച ശേഷം ടി.വിയിൽ വാർത്തകൾ കാണിച്ചെങ്കിലും ആഴിക്കുട്ടി അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. അസുഖബാധിതയായി കിടപ്പിലാകുന്നതിന് മുൻപ് വി.എസിന്റെ വിശേഷങ്ങൾ ഫോണിലൂടെ അന്വേഷിക്കുമായിരുന്നു. വി.എസിന്റെ മകൻ അരുൺകുമാർ ഫോണിലൂടെ വിവരങ്ങൾ പറയുമ്പോൾ വലിയ ആശ്വാസമായിരുന്നു ആഴിക്കുട്ടിക്ക്. വി.എസും സഹോദരങ്ങളായ ഗംഗാധരനും ആഴിക്കുട്ടിയും പുരുഷോത്തമനും പിറന്ന വീടാണ് വെന്തലത്തറ.